കൗമുദിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്കേറെ പ്രിയപ്പെട്ട ഒരു ബിസിനസ്മാനാണ്. ഫിനാൻസ് മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന റിലയൻസ് ക്രെഡിറ്റ്സിൻ്റെ MD വൺ ആൻഡ് ഓൺലി ജോസ് കുട്ടി സേവ്യർ. സ്വാഗതം സർ നമ്മുടെ ഷോയിലേക്ക്. താങ്ക് യു. ആദ്യം തന്നെ എനിക്ക് പേരിനെ കുറിച്ചാണ്. റിലയൻസ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് അത് ചൂസ് ചെയ്തത്? റിലയൻസ് ക്രെഡിറ്റ്സ് എന്നുള്ള പേര് ഇട്ടത് 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മറ്റ് വലിയ കോമ്പറ്റീഷൻസ് ഇല്ലാത്തൊരു കാലമാണ്. റിലയൻസ് എന്നുള്ള പേരിന് മറ്റുള്ള പേരുകളൊന്നും അതിനകത്ത് മത്സരത്തിലേക്ക് വന്നിട്ടില്ലാത്തൊരു കാലഘട്ടം. 89. പക്ഷേ ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം റിലയൻസിലും നല്ല ഒരു പേര് വേറെ ഇല്ല എന്നുള്ളത്, റിലയബിൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പേര് റിലയൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആലോചിച്ചപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉചിതമായൊരു പേര് റിലയൻസ് ക്രെഡിറ്റ്സ് തന്നെയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇട്ടു. പക്ഷേ വലിയ തടസ്സങ്ങളില്ലാതെ പേര് കിട്ടുകയും ചെയ്തു. റിലയബിൾ വിത്ത് റിലേഷൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ക്യാപ്ഷനും അതെ, അതൊക്കെ സാറിൻ്റെ ഐഡിയ കൂടിയാണ്. ഐഡിയയും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ഈ ആഡ് സെക്ഷൻസ് മുഴുവൻ വൈസ് പ്രസിഡൻ്റാണ് നോക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഈ ക്യാപ്ഷൻസൊക്കെ. സാറ് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് അന്ന് മുതലേ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ബിസിനസ്മാൻ ആവുക എന്നുള്ളത്? സത്യത്തിൽ ഞാനൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് തൊഴിൽ മേഖലയിൽ തൊഴിൽ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നൊരു സമയമായിരുന്നു. അന്ന് മറ്റൊരു ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് മാറേണ്ടി വന്നു. പക്ഷെ പിന്നീട് ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മൾ ചെയ്യുന്നൊരു സേവനം എത്രമാത്രമാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യാപ്തി നമുക്ക് മനസ്സിലായത്. കാരണം ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ലോകത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് അല്ലെങ്കിൽ വെറുതെ ആയി പോയി എന്നൊരു തോന്നൽ വരും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ബിസിനസ്സിലേക്ക് അടിയുറച്ച് ഇറങ്ങാനും ഇതുപോലത്തെ ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുവാനുമായിട്ട് ശ്രമിച്ചത്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വൈഡാണ് മേഖല. അതിൽ തന്നെ ഈ ഫിനാൻസ് മേഖല തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടക്കകാലത്ത് ഏത് ബിസിനസ് വേണം എന്നുള്ള ഒരു കൃത്യമായൊരു ചിന്താഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്ന് അതുപോലെ ഡയറക്ഷൻസ് തരാൻ പറ്റുന്ന ആളുകളും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാദറൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അപ്പം ഏതെങ്കിലും ഒരു മേഖലയിലൂടെ നമുക്ക് ജീവിതം കെട്ടിപ്പടുത്തുയർത്തണം എന്നുള്ള തീരുമാനത്തിൽ ആദ്യം ഇറങ്ങിയത് ഫിനാൻസ് മേഖലയിലേക്കാണ്. അതിൽ നിന്നും പിന്നെ ഒത്തിരി മേഖലകളിലേക്ക് ഞാൻ ചുവടുവെച്ചു. ഒരു കുട്ടികൾക്ക് ഒരു ലെൻഡിങ് ലൈബ്രറി നടത്തി, അതുപോലെ കൃഷി മേഖലയിലേക്ക് കുറേ കടന്നുപോയി, അതുപോലെ ഒരു കോളേജ് ഉണ്ടാക്കി. അങ്ങനത്തെ ഒത്തിരി മേഖലകളിൽ കൈവച്ച് നോക്കി. 89 തുടങ്ങിയതാണ്. 89 റിലയൻസ് തുടങ്ങി. പക്ഷേ 83 ഞാൻ ഈ ഫിനാൻസ് രംഗത്തേക്ക് വന്നിരുന്നു. ഓ ശരി. പക്ഷേ 89 റിലയൻസ് തുടങ്ങിയെങ്കിലും ഇപ്പോഴുള്ള ടീം ഏറ്റെടുത്തത്, അതായത് ഞാനടക്കം മാനേജിങ് ഡയറക്ടറായിട്ട് വന്നിട്ട് 3 വർഷമേ ഉള്ളൂ. റീസെൻ്റ്ലി. അതെ. അതുവരെ അതിനു മുമ്പ് മറ്റൊരു ധനകാര്യ സ്ഥാപനം ഉണ്ടായിരുന്നു. അതിൻ്റെ MD ആയിട്ട് ഞാൻ 20 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. അതും ഇന്ന് നല്ല നിലയിൽ പോകുന്ന പ്രസ്ഥാനമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് സംശയമുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം നമുക്ക് ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ, നമ്മൾ വായിക്കുന്ന വാർത്തകളും അത്ര രസകരമല്ല. അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലർക്കും പേടിയാണ്. ഒരുപാട് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തെടുത്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആസ് എ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ പണം നിക്ഷേപം നമ്മൾ വാങ്ങിയിട്ട് അതിനെ നമ്മൾ വളർത്തി കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ സാറിന് എന്താണ് അതിനെക്കുറിച്ച് ട്രസ്റ്റ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം? നിങ്ങൾ അതിലൊന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ധനകാര്യ മേഖല എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ആപ്തവാക്യമുണ്ട്: പണം പലിശയ്ക്കെടുത്താൽ പലിശയ്ക്ക് കൊടുത്തിരിക്കണം. ഇത് എവിടെ ഈ തിയറി നമ്മൾ തെറ്റിക്കുന്നു അവിടെ നമുക്ക് പാളിച്ചകൾ വരും. എവിടെയൊക്കെ അപജയം സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ചൂഴ്ന്നിറങ്ങി നോക്കിയാൽ അവിടെയൊക്കെ ഫണ്ടുകൾ മാറ്റി മറ്റുള്ള ഡൈവേർഷൻസ് കാണാം. പണം പലിശയ്ക്ക് എടുത്താൽ പണം പലിശയ്ക്ക് കൊടുത്തിരിക്കണം.
അല്ലാതെ മറ്റുള്ള മേഖല ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു സമയത്ത് കുറേ കാശുണ്ടാക്കി. ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ ഇത് ഡെഡായി. അപ്പം നമ്മൾ എപ്പോഴും പണത്തെ അതിൻ്റെ സൈഡ് ഉൽപ്പന്നം എന്ന് പറയുന്നത് എപ്പോഴും പലിശ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പലിശ തന്നെയാണ്. ആ പലിശ കിട്ടണമെന്നുണ്ടെങ്കിൽ പലിശയ്ക്ക് തന്നെ കൊടുത്തിരിക്കണം. അതിൽ നിന്ന് മാറി എപ്പോൾ നമ്മൾ കൂടുതൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു അന്നെല്ലാം നമുക്ക് തട്ടുകേട് അല്ലെങ്കിൽ അപജയങ്ങൾ സംഭവിക്കും. അത് എല്ലാ മേഖലയിലും നിങ്ങൾ നോക്കിയോ, എല്ലായിടത്തും ഇന്ന് കാണുന്ന ബാങ്കിങ് മേഖലകളിലുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത് ഫണ്ടുകൾ അനാവശ്യമായിട്ട് എടുത്തിട്ട് മറ്റുള്ള മേഖലയിലേക്ക് തിരിച്ചുവിട്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നിടത്താണ് വിഷയങ്ങളുണ്ടായിട്ടുള്ളൂ. ഈ ഫിനാൻസ് രംഗത്ത് തന്നെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ലോൺ സെക്ടറാണ് മുഖ്യമായിട്ടുള്ളത്. ഞങ്ങൾക്കൊരു 70% ഞങ്ങൾ ഗോൾഡ് ലോൺ സെക്ടറാണ്. പക്ഷേ മറ്റുള്ള മേഖലകളിൽ നമ്മൾ ഇൻവെസ്റ്റ്, അതായത് ബിസിനസ് ലോൺസ് ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഉണ്ട്, വെഹിക്കിൾ ലോൺസ് ഉണ്ട്. ഈ സെക്ടറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പോർട്ട്ഫോളിയോസ് അതിലേക്ക് മാറ്റിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ലിക്വിഡിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസ് ക്യാഷ് ഓൺ ഡിമാൻഡ്. എപ്പോൾ ക്യാഷ് ആവശ്യപ്പെട്ടാലും ആ ക്യാഷ് നമുക്ക് കൊടുക്കാനുണ്ടാവണം. ആ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തിരിക്കുന്നത് അപ്പോഴപ്പോൾ തിരിച്ചു വരുന്നൊരവസ്ഥയും കൂടെ വേണം. വെഹിക്കിൾ ലോണ്, അതുപോലെ തന്നെ ഗോൾഡ് ലോണ്, ഒരുപാട് ലോൺസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ് ഗോൾഡ് ലോൺ തന്നെയാണ് 70% നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഗോൾഡിൻ്റെ മൂല്യം ഒരിടത്ത് നിൽക്കുന്നു, പലിശ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ, ബാക്കിയുള്ളതിലാണ് ഇത് മീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. കാരണം ഒരു ബാങ്കിങ് മേഖലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമെന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ലിക്വിഡിറ്റിയുടെ ഭാഗം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റിൽ നിന്നാൽ ചിലപ്പോൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഗോൾഡിൻ്റെ എമൗണ്ടുകൾ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് പുറത്താണ് നിൽക്കുന്നത്. അതിൽ നിന്ന് വരുന്നത് ഇൻട്രസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടാകാം, എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാകാം, മറ്റുള്ള എക്സ്പെൻഡിച്ചറുകളിലേക്കൊക്കെ നമ്മളത് കൊള്ളിക്കേണ്ടി വരും. പക്ഷേ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഓരോ ഫണ്ടുകൾ പെട്ടെന്ന് റേസ് ചെയ്യേണ്ടി വന്നാൽ എപ്പോഴും നമുക്ക് ഡേ ടു ഡേ ഈ ഫണ്ടുകൾ ഇന്നറിലേക്ക് അകത്തേക്ക് വരുന്നൊരവസ്ഥ വരണം. അതിപ്പോൾ ഒരു ബിസിനസ് ലോൺ നമ്മൾ കൊടുത്താൽ സെക്കൻഡ് ഡേ മുതൽ തന്നെ ഫണ്ടിൻ്റെ റോളിങ് ആരംഭിക്കും. അതായത് നമ്മൾ അധികവും പോകുന്നത് ഈ സ്മോൾ ട്രേഡേഴ്സിനുള്ള MSME ലോൺസാണ്. അത് ഡെയിലി കളക്ഷനിലായിരിക്കും അധികവും പോവുക. അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ നമുക്ക് കളക്ഷൻസ് കിട്ടിത്തുടങ്ങും. മൈക്രോ ഫിനാൻസ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ആഴ്ചയിലും റീപേയ്മെൻറ്റുകൾ വന്നു പോകും. വെഹിക്കിൾ സെക്ടറിലേക്കാണെങ്കിൽ എല്ലാ മാസവും വരും. അപ്പം ഡേ 1 മുതൽ തന്നെ തിരിച്ച് റീപേയ്മെൻറ്റുകൾ തിരിച്ച് കിട്ടുന്ന ഒരവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടർ ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ് ലോൺ ബ്ലോക്ക് ചെയ്തു. ബിസിനസ് ലോൺ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ടുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഏത് എമർജൻസി സിറ്റുവേഷനെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് ഒരു റോളിംഗ് ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും ബാങ്കിങ്ങിൻ്റെ ആവശ്യകതയാണ്. പക്ഷേ കസ്റ്റമേഴ്സിനിടയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് മൈക്രോ ഫിനാൻസിനെ കുറിച്ചാണ്. അതിൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളെ കുറിച്ചാണ്. സാർ അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു വേർഷനായിട്ടാണ് അതിനെ കൊണ്ടുവന്നത്. സാധാരണ പണ്ടൊക്കെ ആളുകൾ സാധാരണക്കാരനോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള ആളുകൾക്ക് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടുകയില്ല, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ കാശ് തിരിച്ചു കിട്ടുകയില്ല എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. അതിനെ ആ ചിന്താഗതിയെ തീർത്തും മാറ്റിമറിച്ച വലിയൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു മൈക്രോ ഫിനാൻസ്. അതിൽ ഒരു ഗ്രൂപ്പ് ലോൺ കോൺസെപ്റ്റ് കൊണ്ടുവരികയും ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്കി അത് മാറ്റുകയും ചെയ്തപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റിയായി തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരെ കൊണ്ടും തിരിച്ചടപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വന്നു. അവിടെ ഒരു ലോൺ എടുക്കുക എന്നുള്ളത് വിട്ട് ഒരു സമൂഹത്തിൽ സ്വന്തമായിട്ട് നിലനിൽക്കാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കാൻ അവരെ സ്വയം തൊഴിലുകളിലൂടെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ കൂടെ ഇതിൻ്റെ പിന്നിൽ എപ്പോഴും അന്തർലീനമായിട്ടുണ്ട്. ആ വലിയൊരു കോൺസെപ്റ്റ് ഞങ്ങൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും പല മേഖലകളിലും ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് അവർ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാനും അത് ചെയ്യാനും അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാനും എന്നുള്ളതിനെക്കുറിച്ചുള്ള
ഒരു നല്ല ഒരു പഠനം അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ സാറിൻ്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ സാറിൻ്റെ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ സാർ കടമെടുത്ത് സാറിൻ്റെ ഒരു വിഷൻ, ആക്ഷൻ വിത്തൗട്ട് വിഷൻ സക്സസ്ഫുൾ അല്ല, അതുപോലെ തന്നെ വിഷൻ വിത്തൗട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പകൽക്കിനാവ് പോലെ തന്നെയാണ്. ശരി, വിഷൻ വിത്ത് ആക്ഷൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ മനോഹരമായ വാക്കുകളാണ് സാറിൻ്റെ ആപ്തവാക്യം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്ര പ്രചോദനമാവാൻ കാരണം? വാക്കുകൾക്ക് എപ്പോഴും നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മളെങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതനുസരിച്ചാണ്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു നല്ല ആപ്തവാക്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നെൽസൺ മണ്ടേല വാക്കുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്നത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളത് വളരെ അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ് ബിസിനസ്സിലെല്ലാം. ഞാൻ എപ്പോഴും നമ്മൾ കുട്ടികളോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ കുറേ കാശുണ്ടാക്കുന്നതിലല്ല കഥ, അത് എത്രമാത്രം ആളുകൾക്ക് അത് ഉപകാരപ്രദമായി എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെക്കൊണ്ട് മറ്റുള്ളവർ നന്നാകുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ ബിസിനസ്സല്ല. അവരെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യുന്നതും ഒരിക്കലും ഒരു ബിസിനസ്സല്ല. അത് നമ്മുടെ ഒപ്പം തന്നെ അവരും വളർന്നു കയറുമ്പോൾ മാത്രമേ നമുക്ക് നാളെ നമ്മളെ ഡിപ്പെൻഡബിളായിട്ട് അവർ കാണുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ഈ വാക്കുകളിലൊക്കെ നിഴലിച്ച് നിൽക്കുന്നത് അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെയും അല്ലെങ്കിൽ ഒരുപാട് നന്മ നിറഞ്ഞ ഒരുപാട് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന പലരും നമ്മുടെ ഒപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞതുമായ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്-19 എന്ന് പറയുന്ന ആ കാലഘട്ടം. എനിക്ക് തോന്നുന്നു റിലയൻസിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ലോണിൻ്റെ തിരിച്ചടവിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഭവങ്ങൾ ചെയ്തു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ആ കോവിഡ്-19 കാലഘട്ടം? ഒത്തിരി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇല്ലാതാകുന്നൊരവസ്ഥ സൃഷ്ടിച്ചാണ് കോവിഡ്-19 നഷ്ടങ്ങൾ വരുത്തിയത്. റിലയൻസിനെ സംബന്ധിച്ചോളം റിലയൻസിൻ്റെ അന്നത്തെ ഒരു ഒരു ടേണിംഗ് പോയിൻറ്റും കോവിഡായിരുന്നു. വെഹിക്കിൾ ലോൺ സെക്ടറിൽ നിന്നും ബിസിനസ് ലോൺ സെക്ടറിൽ നിന്നും മാറി ഗോൾഡ് ലോൺ സെക്ടറിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്ന ഒരു സമയമായിരുന്നു കോവിഡ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റിലയൻസിനെ സംബന്ധിച്ച് ബിസിനസ് നന്നായിട്ട് വർദ്ധിച്ചു, നന്നായിട്ട് വളർന്നു കയറി. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും റിലയൻസ് ഗോൾഡ് ലോണിൽ മാത്രം അധിഷ്ഠിതമായിട്ട് നിന്നില്ല. കോവിഡ് ഇച്ചിരി കുറേയൊക്കെ കോവിഡ് അങ്ങ് മാറി തുടങ്ങുന്ന അവസ്ഥകളിൽ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരുന്ന ഒരു വലിയ ഒരു സാമൂഹ്യ അനീതി എന്ന് തന്നെ ഞാൻ പറയും അതിന്. കാരണം വെച്ചാൽ ഒരാളും ആർക്കും ഫണ്ടുകൾ കൊടുക്കുന്ന അവസ്ഥയില്ല. ബാങ്കുകൾ എല്ലാം ബാക്ക് ഔട്ട് ചെയ്തു, ആരുടെയൊക്കെ ലോണുകളെല്ലാം തിരിച്ചു മേടിച്ചു. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് അവർ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരായി. അവിടെ നിന്ന് പക്ഷേ ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദർശിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് MSME ലോൺസ് കൊടുത്തിരുന്നതും മൈക്രോ ഫിനാൻസ് കൊടുത്തിരുന്നതും ആരും തന്നെ പെൻഡിങ് ആക്കിയിരുന്നില്ല. അവർ കഴിവതും അവരുടെ ആ ബുദ്ധിമുട്ടുകളെ സഹിച്ചുകൊണ്ടും അവർ തിരിച്ചടയ്ക്കാൻ തയ്യാറായിക്കൊണ്ടിരുന്നു, നമ്മുടെ റിലയൻസിൻ്റെ കസ്റ്റമേഴ്സ്. അപ്പം അത്രയ്ക്കധികം ആളുകളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമാർഗം തിരിച്ചവർക്ക് നൽകാനും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങളെക്കൊണ്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ 2000 നമ്മൾ എക്കണോമിക്കലി 13th ആയിരുന്നു നമ്മുടെ പൊസിഷൻ, 13ആയിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ 5th ആണ്, 5ാം സ്ഥാനത്താണ് എക്കണോമിക്കലി നമ്മൾ നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ആസ് എ ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ തീർച്ചയായും സാറൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? അപ്പം ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ഇന്ത്യ ഒന്നാമതെത്തണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഫ്യൂച്ചറിലേക്ക് റിലയൻസിൻ്റെ എന്തൊക്കെയാണ് ബിസിനസ് പ്ലാനുകൾ? റിലയൻസിന് ഒത്തിരി ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിങ് ആണ്. ഞാൻ പറഞ്ഞു 3 വർഷങ്ങളേ ഉള്ളൂ നമ്മുടെ ഗ്രോത്തിലേക്ക് വന്നിട്ട്. ഒരു കമ്പനി അടിത്തറയിട്ട് വളരുമ്പോൾ മാത്രമേ സ്ട്രക്ചേർഡായിട്ട് മുകളിലേക്ക് വളർന്നു കയറാൻ പറ്റുള്ളൂ. അപ്പം ബേസ്മെൻറ്റ് നല്ലതല്ലെങ്കിൽ മുകളിലേക്ക് ചെല്ലുമ്പോൾ വീണ് പോകും. അപ്പം ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് മുഴുവൻ ബേസ്മെൻറ്റ്സിലേക്കാണ്. ഓരോ ബ്രാഞ്ചുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും, അതായത് ഹെഡ് ഓഫീസിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ ഒരു സെൽഫ് സഫീഷ്യൻ്റാക്കി മാറ്റുന്നു. അതിന് ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നു. ആ പ്രോസസ്സുകളെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് നമ്മൾ വരുന്നു. അത് മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മളറിയാം ഡിജിറ്റൽ വേൾഡാണ് ഇപ്പോൾ. ഡിജിറ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ പ്ലാറ്റ്ഫോംസ് എല്ലാം ഡിജിറ്റലാക്കി, പേയ്മെൻറ്റ്സ് എല്ലാം ഡിജിറ്റലാക്കി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് പല ബാങ്കുകളുമായിട്ട് നമ്മൾ ഇൻ്റർഫേസുകളും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഡിജിറ്റലൈസേഷനും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നാളെ ലെൻഡിങ്ങും ഡിജിറ്റലായിട്ട് തന്നെ മാറാം. ആ ലെവലിലേക്ക് വരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്നും ഒരു ഓഫീസിൽ വന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അവസ്ഥകളിൽ നിന്ന് മാറി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ നാളെ ഔട്ട്ഡേറ്റഡ് ആവും. പുറത്തേക്ക് നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. നമ്മൾ ഒരു 10-40 വർഷങ്ങൾ കൊണ്ട് ഞാനൊക്കെ കണ്ടിരിക്കുന്ന ഒത്തിരി കഥകൾ ഇതിനകത്തുണ്ട്. കാരണം അന്നൊക്കെ വളരെ പ്രമുഖരായിട്ട് നിന്ന പല സ്ഥാപനങ്ങളും പല കച്ചവടങ്ങളും ഒക്കെ തന്നെ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ മാറാത്തതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് പോയി. പക്ഷേ ചെറിയ സ്ഥാപനങ്ങളായിട്ട് നിന്ന പലരും തിരികെ കയറി വന്നത് അവർ ഈ കാലഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കറിയാം, അത് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് ലോകം മുഴുവൻ ഈ ചെറിയ സ്ഥാനത്തിലേക്ക് നമ്മുടെയൊക്കെ ലോകം ചെറുതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പം പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാനും പറ്റൂല. നമുക്ക് നല്ല ഒരിക്കൽ നമ്മുടെ ഇന്ത്യ ഇത്രത്തോളം എക്കണോമിക്കലി അത്രയും ഉയർച്ചയിലെത്താൻ ഈ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പ്രധാന പങ്ക് വഹിച്ചില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇന്ത്യയുടെ കയ്യിൽ ഒതുങ്ങി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ രാജ്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ ലാംഗ്വേജുകളില്ലായിരുന്നു, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇല്ല. അപ്പോൾ ഈ പല ഭാഷകൾ ഇന്ത്യയിൽ ഉള്ളത് തന്നെ ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നൊരവസ്ഥ നമ്മൾ കണ്ടത്. റിലയൻറ്റിനും ഒത്തിരി ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ 121 ബ്രാഞ്ചുകളും ഒരു 20 മൈക്രോ ഫിനാൻസ് ബ്രാഞ്ചുകളും ഉണ്ട്. 140-145 ബ്രാഞ്ചുകളോളം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ബിസിനസ് വോളിയം നമ്മൾ അതുപോലെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു 350 കോടിയോളം അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉണ്ട്. ഏതാണ്ട് 650 കോടിയോളം നമുക്ക് വോളിയം ബിസിനസ്സിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഗ്രോത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് ഗ്രോ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇനി ഒത്തിരി ബാങ്കുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു നമ്മുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. കാരണം വെച്ചാൽ ഇത്രയും നാളുകൊണ്ട് മറ്റുള്ള ലഭിക്കാത്ത പല കമ്പനികൾക്കും ലഭിക്കാത്ത ഒരു ഫെസിലിറ്റീസാണ് നമ്മളെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ അവരും ഒരു ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു സൈനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധിക്കുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പം 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഉദ്ദേശം ഒരു ലിസ്റ്റഡ് കമ്പനി ആക്കുക, നമ്മുടെ ഷെയറുകൾ പബ്ലിക്കായിട്ട് ഫ്ലോട്ട് ചെയ്ത് ഒരു ലിസ്റ്റഡ് കമ്പനി ആക്കി കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു വിദൂര ലക്ഷ്യവും കൂടെ നമുക്കുണ്ട്. അതിലേക്ക് എത്താനായിട്ടുള്ള പണികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതിനകത്താണ് ഈ സ്ട്രക്ചറിങ് അടക്കം മറ്റുള്ള ഡിജിറ്റലൈസേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും വരുന്നതിൻ്റെ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ എങ്ങനെ എൻവിസേജ് ചെയ്ത് ഇപ്പോഴേ നമ്മൾ എങ്ങനെ അതിനകത്ത് അടിത്തറ പണിയുന്നു എന്നുള്ളതാണ്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് റിലയൻറ്റിൻ്റെ ഒരു അംഗമാകാൻ കൊതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അംഗമാകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് റിലയൻറ്റിനെ ചൂസ് ചെയ്യണം എന്ന് ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകരോട്? റിലയൻറ്റ് എന്ന ഒരു സ്ഥാപനം വളർന്നു വരുന്നത് എല്ലാവരും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഒപ്പം വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. അവരാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയിലുള്ള ഇൻവെസ്റ്റേഴ്സ്. അപ്പം അവർക്ക് ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. വലിയൊരു കമ്പനിയിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഷെയർ എടുക്കുമ്പോൾ, അവിടെ അതിനകത്ത് കിട്ടാവുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി ആണ്. അത് വരുന്ന ഡിവിഡൻഡ് വളരെ തുലവും തുച്ഛമായിരിക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ലാഭകരമായിരിക്കില്ല. പക്ഷേ ആ കമ്പനിയുടെ പ്രൈസുകൾ വില വർദ്ധിക്കുന്നതനുസരിച്ച് അതിനകത്ത് ലാഭം കിട്ടും. ഒരു ചെറിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ ഷെയർ ഒരു ബേസ് പ്രൈസിന് കിട്ടുന്നു. 10 രൂപ ഷെയർ 10 രൂപയ്ക്ക് തന്നെ കിട്ടുന്നു. ആ 10 രൂപയ്ക്ക് കിട്ടുന്ന ഷെയറിനെ നാളെ ലിസ്റ്റ് ചെയ്യുമ്പം 100, 120, 130 ആവും. അപ്പം 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തവന് എത്ര മടങ്ങായിരിക്കും അവൻ്റെ ഗ്രോത്ത് വരിക? ആ ഗ്രോത്ത് ഈ ചെറിയ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ വരുള്ളൂ, വലിയ കമ്പനികൾക്കല്ല കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും റിലയൻറ്റിനെ പോലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കയറി ആ റിസ്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ റിസ്കിന് വലിയൊരു പ്രോഫിറ്റാണ് വരുന്നത്. റിസ്ക് എടുക്കുന്നിടത്തേ പ്രോഫിറ്റ് ഉള്ളൂ. ഒരുപാട് സന്തോഷം.